ബോസ് മലയാളം സീസൺ 6 ലൈവിൽ ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് സിബിന് കർശനമായിട്ടുള്ള വാർണിംഗ് കിട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ മോഹൻലാൽ വീക്കെൻഡ് എപ്പിസോഡിൽ താങ്കളോട് ഇതിനെപ്പറ്റി സംസാരിക്കുമെന്നുള്ള കാര്യം ബിഗ് ബോസ് ഡയറക്റ്റായിട്ട് സിബിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. അങ്ങനെ ലൈവിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇതിനു മുന്നേ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ്. ജാൻമണി സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ട്രാൻസ് കമ്മ്യൂണിറ്റിയെ മൊത്തം എതിർക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അപമാനിക്കുന്ന രീതിയിൽ ഒരു നമ്പർ വെച്ച് ഒരു കണ്ടസ്റ്റൻ്റ് അവിടെ സംസാരിച്ചു എന്നുള്ള രീതിയിൽ. ദെൻ അതോടനുബന്ധിച്ച് ജാസ്മിനും സിബിനും തമ്മിലൊരു അടിയുണ്ടായി. അതിനുശേഷം സിബിൻ നല്ല രീതിയിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഫക്ക് ഫിംഗർ അതായത് നമ്മുടെ മിഡിൽ ഫിംഗർ ഉയർത്തി ജാസ്മിനെ കാണിച്ചു എന്നുള്ള രീതിയിലൊരു ആരോപണം സിബിനെതിരെ വന്നു. ദെൻ ഏറ്റവും അവസാനം സിബിൻ അത് സമ്മതിക്കാനുണ്ടായത്. ദെൻ അതിനുശേഷം എല്ലാവരോടും സിബിൻ മാപ്പ് പറഞ്ഞു. ജാസ്മിൻ അത് കഴിഞ്ഞ് ഇറങ്ങിപ്പോയി. ദെൻ ബിഗ് ബോസ് അത് കഴിഞ്ഞിട്ട് സിബിനെ മറ്റുള്ള താരങ്ങളുടെ മുന്നിൽ വെച്ച് എനിപ്പിച്ച് നിർത്തിയിട്ട് പറയുകയാണ്, ഇത് ഫാമിലി ഓഡിയൻസ് കാണുന്ന റിയാലിറ്റി ഷോ ആണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ബിഗ് ബോസിൽ അനുവദനീയമല്ല. ഇനിയും നിങ്ങൾ ഇത് ആവർത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള വലിയ തീരുമാനങ്ങൾ നിങ്ങൾക്കെതിരായിട്ട് ഞങ്ങൾക്ക് എടുക്കേണ്ടതായിട്ട് വരും. ശ്രീ മോഹൻലാൽ ഈ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ സിബിനോട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഒരുപാട് ആഗ്രഹിച്ച് വന്നൊരു പ്ലാറ്റ്ഫോം അല്ലേ, ഇത്തരത്തിൽ ഇനി ഇവിടെ ചെയ്യരുത് എന്നുള്ള രീതിയിൽ സിബിന് ബിഗ് ബോസ് ഒരു വാർണിംഗ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ സിബിനെ മാത്രം തെറ്റുകാരനാക്കാൻ പറ്റില്ല. ജാസ്മിൻ സിബിനെ നല്ല രീതിയിൽ തന്നെ ഫ്രസ്ട്രേറ്റഡ് ആക്കിയിട്ടാണ് സിബിൻ അത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത്. സിബിൻ ചെയ്തത് വളരെ തെറ്റാണെങ്കിൽ തന്നെ ജാസ്മിനും അതിൽ ചെറിയൊരു പങ്കുണ്ട്. വേസ്റ്റ് ഇവിടെ സംസാരിക്കേണ്ട എന്നാണ് സിബിനെതിരായിട്ട് ജാസ്മിൻ പറഞ്ഞത്. വേസ്റ്റായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരു വേസ്റ്റ് എനിക്കെതിരെ സംസാരിക്കേണ്ട, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഇവിടെ സംസാരിക്കരുതെന്ന് ജാസ്മിൻ പറഞ്ഞപ്പോഴാണ് സിബിൻ നല്ല രീതിയിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അവിടുത്തെ സോഫ അങ്ങോട്ട് ഇടിച്ച് പൊട്ടിക്കുന്ന രീതിയിൽ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഫിംഗർ പൊക്കി കാണിക്കേണ്ടായത്. അപ്പോൾ സിബിൻ്റെ ഭാഗത്ത് മാത്രം നമുക്ക് തെറ്റെന്ന് പറയാൻ കഴിയില്ല. നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ് സിബിൻ. ഈ ഒരു കാര്യം പറഞ്ഞിട്ട് സിബിനെ നമുക്ക് അങ്ങോട്ട് തള്ളിക്കളയാനൊന്നും സാധിക്കില്ല. എന്തൊക്കെയാണെങ്കിലും സിബിൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. ലാലേട്ടൻ ഇതിനെപ്പറ്റി സംസാരിക്കും. നേരിട്ട് ബിഗ് ബോസ് അതിനെപ്പറ്റി പറയുകയും ചെയ്തു. അപ്പോൾ നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം.